ഈ ലാസ്റ്റ് വന്ന് ഷോ ഇട്ടതൊന്നുമല്ല, അതിന് മുകളിൽ പറയാൻ എനിക്കൊന്നുമില്ല. അപ്പം വിസിറ്റർ എന്ന് പറയുന്ന ഈ സിനിമയുടെ ചടങ്ങിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ സംവിധായകൻ, ഇന്നത്തെ താരം അദ്ദേഹമാണ് രാഹുൽ. രാഹുലിനും നീതുവിനും അരുണിനും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂ, നമുക്കറിയാം ഇന്ത്യ മുഴുവൻ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ അഭിനേത്രിയായ ഉർവശി മാഡം, നവ്യ, എൻ്റെ പ്രിയ സുഹൃത്ത് ധ്യാൻ, പിന്നെ ഇന്ന് ഈ ചടങ്ങിൽ വന്ന് ഞങ്ങൾ സിനിമയിലോട്ട് വരാൻ കാരണമായ വിനീത് ശ്രീനിവാസൻ, ദിലീപേട്ടൻ. നാളെയാണ് മലർവാടിൽ 16 വർഷമാവുന്നത്. അപ്പം അന്ന് തലേദിവസം ദിലീപേട്ടനെ കാണാൻ കഴിഞ്ഞ സന്തോഷം. ലിസ്റ്റിൻ, അതേപോലെ തന്നെ സന്ദീപേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അതിപ്പോൾ ധ്യാൻ പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒറ്റവാക്കി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറിൻ്റെ ഏറ്റവും മികച്ച തിരക്കഥ അത് ധ്യാൻ ശ്രീനിവാസൻ മാത്രമാണ്. അതിലൊന്നും എനിക്കുള്ള പറയാനില്ല. അതിൽ അതേ നർമ്മങ്ങളും സറ്റയറും സർക്കാസവും ഒക്കെ അദ്ദേഹം ആ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഒരു സുഹൃത്ത് എന്നുള്ള നിലയിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, എൻ്റെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടം ഉള്ളൊരു കാര്യം ധ്യാനോട്, അദ്ദേഹം ആണ് യഥാർത്ഥ സോഷ്യലിസ്റ്റ്. ആ സോഷ്യലിസ്റ്റ് മനോഭാവം ജീവിതത്തിൽ കൊണ്ടെടുക്കുന്ന ഞാൻ കണ്ടേക്കുന്ന ഒരേ ഒരു മനുഷ്യൻ ധ്യാൻ ശ്രീനിവാസനാണ്. അത് ഇനിയും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഈ പറഞ്ഞ എന്തുകൊണ്ട് ഇനിയും അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലെ വിശേഷങ്ങൾ പറഞ്ഞത് കൊണ്ട് പറയാം, എൻ്റെ അഭിപ്രായത്തിൽ ഈ കാരണങ്ങൾ, ധ്യാൻ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം അമ്മയുടെ തലപ്പത്ത് വന്നാൽ നന്നാവുന്ന ഞങ്ങൾക്കൊക്കെ തോന്നിയത്. വേറൊന്നും കൊണ്ടല്ല, അതിൽ നടക്കുന്നൊക്കെ വിളിച്ചു പറയും. അപ്പം നിങ്ങൾക്ക് വേറെ സാധ്യതകളൊന്നും വേണ്ട അറിയാൻ. ഹൈദറിനൊക്കെ സന്തോഷമായില്ലേ, ഒറ്റയടിക്ക് കിട്ടും. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ യെസ്, അത് നോക്കാൻ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. കാര്യം അപ്പം കൃത്യമായിട്ട് ഇടവേള ബാബുചേട്ടനെയൊക്കെ നമുക്ക് ഏൽപ്പിച്ച് കാര്യങ്ങൾ നടത്തും. അപ്പം അതുകൊക്കെ കൊണ്ട് തന്നെ പറഞ്ഞു. പിന്നെ നമ്മൾ വീട്ടിലിരുന്ന് സംസാരിക്കുമ്പം നമ്മളാണല്ലോ എല്ലാം, അങ്ങനെ പറയുന്ന തമാശകളൊക്കെയാണ്. അപ്പം ഇനി ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇനി തമിഴ്നാട്ടിലോട്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പൊന്ന് CM സാർ, വിജയ് സാർ, എൻ്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറയുന്ന നൻപനുക്ക് പൈത്യം, அதெல்லாம் எனக்கு ஒண்ணுமே பண்ண முடியாது. நீங்க மன்னிச்சிடுங்க. தேங்க்யூ.